എന്തൊരു സുഖമുണ്ടാ. ആ ചോറ് കഴിക്കാൻ വീട്ടിലോട്ട് വന്ന് കഴിക്കും ഇറങ്ങും. അവർക്ക് എന്തൊരു സുഖക്കുറവ്. രാവിലെ ഇത്തിരി ഓട്ടം, പിള്ളേരെ ഒന്ന് സ്കൂളിൽ പറഞ്ഞു വിടണം. വീടിന്റെ മുറ്റത്ത് വണ്ടി വരും രാവിലെ, വൈകിട്ട് വരെ പിള്ളേർ സ്കൂളിൽ, പിന്നെ വന്ന ഉടനെ ട്യൂഷൻ. അവർക്ക് എന്തായാലും നമ്മൾ ആ അടുത്ത കഴിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങണം. ഞാൻ വിളിക്കാൻ ഇത്തിരി തിരക്കാണ്. അവളിവിടെ ഉണ്ട്, മീൻ പൊരിക്കുകയെ മുട്ട പൊരിക്കുകയൊക്കെ ആയിരിക്കും. ശരിയെന്നാ, വന്നിട്ട് 10 മിനിറ്റ് ആയ ബി. എനിക്കിപ്പോ പോണം, അടുത്ത ഓട്ടം ഉണ്ട്, പെട്ടെന്നാവട്ടെ. എന്തരായി? ഇപ്പൊ എടുക്കാം ചേട്ടാ. ഇപ്പൊ പിള്ളേരുടെ തുണി കഴുകിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇപ്പൊ എടുക്കാം. ഇതിനും വേണ്ട എന്തൊരു പണിയാണ്. നേരത്തെ പറഞ്ഞ് ഞാൻ വെളിയിൽ നിന്ന് കഴിക്കൂലായിരുന്നാ. ചേട്ടാ, മീൻ ഇപ്പോഴല്ലോ കിട്ടിയത്. അതൊന്ന് തിളച്ച് വാങ്ങി വെച്ചാ മതി. ഇപ്പൊ എടുക്കാം. ചേട്ടാ എടുത്ത് കഴിക്കേ. ഞാൻ എനിക്കൂടെ ഉള്ള ചോറ് എടുത്തോണ്ട് വരാം. ഒട്ടും സമയമില്ല, നീ പിന്നെ കഴിച്ചോ. എനിക്കിപ്പോ പോണം, അതാണ്. പിന്നെ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ വല്യമ്മ വിളിച്ചായിരുന്നു. അപ്പോൾ അവര് ആശുപത്രിയില്ല, അവിടെ നിൽക്കാൻ ആളില്ല. അപ്പൊ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ്. ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അതെന്ത് നീ പോയിട്ട് വാ, നിനക്ക് ഇവിടെ മലമറിക്കണ ജോലിയൊന്നും ഇല്ലല്ലേ? ഇറങ്ങിയ ചേട്ടാ പോയിട്ട് വരാം. ഡിസ്ചാർജ് ആവുന്ന എന്നാണോ അന്ന് തന്നെ ഞാനിങ്ങ് പോകണം. അതോടെ പോയി 2 ദിവസം നിന്ന് അവിടെ എല്ലാം ലെവലാക്കി വന്നാൽ നീ. ആദ്യമായിട്ടല്ലേ മാറി നിൽക്കുന്നേ. പിന്നെ കൊച്ചുങ്ങളുടെ കാര്യമൊന്നും ചേട്ടാ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകണം, വൈകിട്ട് അതൊക്കെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വിളിക്കാം. അവരുടെ എല്ലാ യൂണിഫോമും ഡ്രസ്സുകളെല്ലാം ഞാൻ കഴുകി മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു. അത് രാവിലെ അവര് സ്കൂളിൽ പോകുമ്പോൾ അറിയാലോ, രാവിലെ അവരെ വിളിച്ചെഴുതിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഫുഡ് റെഡിയാക്കി കൊടുക്കണം. പിന്നെ ഉച്ചക്കത്തെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ മതി. പിന്നെ അത് മാത്രല്ല, അവര് ട്യൂഷൻ സ്കൂളിൽ പോയിട്ട് വന്നാൽ ഉടനെ തന്നെ അവരെ ട്യൂഷന് പറഞ്ഞു വിടണം. അല്ലെന്നുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കും. നീ താമസിക്കണ്ട, പോയിട്ട് വന്നത് ബസ് ഇപ്പൊ വരാറായി. ഇപ്പൊ ഞാൻ കൊണ്ടുണ്ടാക്കാം. പോയിട്ട് വരട്ടെ. ഫോൺ എവിടെ പോയത്? അവളങ്ങ് പോയില്ലേ? മക്കളെ സ്കൂളിൽ പോണ്ടേ? ഈശ്വര, പിള്ളേർ എഴുന്നേറ്റാ എന്തോ ഒന്നും അറിയാമയ്യ. മക്കളെ ഡാ, ഇത് കട്ടണില്ലല്ലേ? ഇപ്പൊ ഓണക്കാതെ ഇങ്ങനെ കത്തും. പഞ്ചാര അവളെ വിളിച്ചാലും ബൂസ്റ്റും കയ്യിലും കിട്ടി, രക്ഷപ്പെട്ട്. കണ്ടുപിടിക്കാൻ എന്തായാലും. നിങ്ങൾ എന്നെ പഠിപ്പിക്കാതെ ബുക്കല്ലേ അത് ബാഗിലും വെച്ചിട്ട് യൂണിഫോം ആയിട്ടാണ് ഞാൻ എന്താ പറയണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്പം സ്പെഷ്യലാ. നിങ്ങളെ അമ്മ ഉണ്ടാക്കുന്ന കണക്ക് ആപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല. ഓട്സ്. എവിടെ ഇരിക്കുന്നത്? താഴെ തട്ടില്ല. ശരി ശരി ശരി. അതാ അടുപ്പിന്റെ അവിടെ. ഒരു കാപ്പിയെ കുടിച്ച്. മറ്റേത് ബ്രെഡാ, അത് 2ാമത്തെ തട്ടില്ല. അത് രണ്ടും കൂടെ നിനക്ക് ഒരുമിച്ച് പറഞ്ഞൂടെ? ഇരിപ്പുണ്ട്. സോക്സ്, രണ്ടുപേർക്ക് ഒരു കളർ സോക്സ് ആണ്. അയ്യോ, അതാ പിള്ളേരുടെ ഷൂ കേസിൽ തന്നെ ഇരിപ്പുണ്ട്, ഷൂ റാക്കിൽ ഇരിപ്പുണ്ട്. എന്തരാ പിള്ളേർക്ക് ഒരു ദിവസം ലീവ് കൊടുക്കാം. ഞാൻ ഓടിപ്പടച്ച് വന്നപ്പോഴത്തേക്ക് സ്കൂൾ വണ്ടി പോയി, മീനും കിട്ടിയില്ല. നീ ഇന്ന് വൈകിട്ട് വരൂലേ? ചേട്ടാ ഇവിടെ ഒന്നും ആയില്ല. ഈ ഡിസ്ചാർജിന്റെ കാര്യം എന്തെങ്കിലും ആയിട്ട് ഞാൻ വിളിക്കാം അങ്ങോട്ട്, ഞാൻ പറയാം. പെട്ടെന്ന് വിളി. അങ്ങനെ കഴിഞ്ഞ് ഒരുവിധം പണിയില്ല. ചോറിന് കൂട്ടാൻ എന്തുവാ? ചോറ് ചമ്മന്തി തിന്നാ മതി. പിന്നെ കൂട്ടാൻ അയ്യ, ഈ കൊച്ചു വീട്ടിൽ ഇത്രയും ജോലി ഉണ്ടായിരുന്ന ആ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യായിരുന്നു. എന്തായാലും അവിടെ ഒന്ന് വിളിക്കാം. ഹലോ, തിരക്ക് തന്നെ? എങ്ങനെയാ ബ്ലഡ് റിസൾട്ടാ കിട്ടിയ? ചേട്ടാ, ഞാൻ ലാബിൽ നിൽക്കുവാ. അതൊക്കെ പോട്ട്, നീ വല്ലതും കഴിച്ചോ? കഴിച്ചില്ല, കഴിക്കാം. ശരി, വിളിക്കാം.